ഹലോ കൂട്ടുകാരെ, രമ്യാസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാലക് പനീർ കറിയാണ്. ഇലക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മുടെ കുട്ടികൾ കഴിച്ചിരിക്കും. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ തക്കാളി, 3 ചെറിയ വെളുത്തുള്ളി, 4 പീസ് പച്ചമുളക്, ഒരു വലിയ സവാള, 100 ഗ്രാം നമ്മുടെ പാലക്ക്, ആവശ്യത്തിന് മല്ലിയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന സവാളയെല്ലാം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. സവാള അരിഞ്ഞതിന് ശേഷം നമുക്ക് പാലക്കും അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാവുന്നതാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്കൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ഇട്ട് അതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലോട്ട് ചേർക്കാവുന്നതാണ്. തക്കാളി എല്ലാം വേഗത്തിൽ ഉടയുന്നതിനായി സ്വല്പം ഉപ്പും ചേർക്കാവുന്നതാണ്. ഉപ്പെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതെല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് അതിലോട്ട് ചേർക്കാവുന്നതാണ്. പാലക്കെല്ലാം ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റോളം അതൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും അതിലോട്ട് ചേർക്കാവുന്നതാണ്. മല്ലിയില അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മല്ലിയില ഇതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് മല്ലിയില നിർബന്ധമായും എല്ലാവരും ഇടേണ്ടതാണ്. അതെല്ലാം ആയതിന് ശേഷം നമുക്ക് അതൊന്ന് തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഞാനിവിടെ പനീർ എടുത്തിട്ടുണ്ട്. പനീർ ഒരു 150 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അതിലോട്ട് സ്വല്പം ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് ആ ഉപ്പെല്ലാം പിടിക്കുന്നതിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. അതിലോട്ട് സ്വല്പം വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അതെല്ലാം അരച്ചതിന് ശേഷം നമ്മളിവിടെ നേരത്തെ ഉപ്പെല്ലാം പിടിക്കുന്നതിനായിട്ട് പനീർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം സ്വല്പം പാനിലോട്ട് സ്വല്പം എണ്ണ ഒഴിച്ച് അതൊന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അതേ പാൻ തന്നെ നമ്മൾ പിന്നെയും അതിലോട്ട് സ്വല്പം എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലോട്ട് ചേർക്കുക. അതോടൊപ്പം തന്നെ ഒരു ആവശ്യത്തിന് വെള്ളവും ചേർക്കാവുന്നതാണ്. ഗ്രേവി നല്ലോണം ലൂസാകാതെ നോക്കണേ. കുറച്ച് കനത്തിൽ വേണം ഈ ഗ്രേവി ഉണ്ടാക്കാവുന്നത്. ഉപ്പും മുളകും കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് സ്വല്പം ഉപ്പും മുളകും ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറെല്ലാം അതിലോട്ടിട്ട് ഒരു 2 മിനിറ്റോളം വേവിച്ചെടുക്കുക. കാരണം നമ്മൾ നേരത്തെ തന്നെ പനീർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താണല്ലോ, അതുകൊണ്ട് പനീറിന് അത്രയ്ക്ക് വേവുന്നതിൻ്റെ ആവശ്യമില്ല. പനീറെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് 2 മിനിറ്റോളം വേവിച്ചെടുക്കുക. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഗ്യാസെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് നമുക്ക് സ്വാദിഷ്ടമായ പാലക് പനീർ തയ്യാറാക്കാം.